ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക് ആലു സബ്ജിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നോർമൽ ചപ്പാത്തിയിലൂടെയോ അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി, കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള നല്ല സ്പൈസി കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും വേണ്ട കേട്ടോ, നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം കടായിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗണിഷ്, എൻ്റെ ഇച്ചിരി അധികം ബ്രൗണിഷ് ആയിപ്പോയി കേട്ടോ. ഇച്ചിരി എണ്ണ ചൂടായിരുന്നു, അത് കാരണം കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഇടാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളക് എരിവുള്ളത് അതും ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോത്തയായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സവാളയൊക്കെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് നമുക്ക് വേവിക്കണം. തക്കാളി അടച്ച് വേവിക്കാവുള്ളൂ, എന്നാലേ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിന് വേവേണ്ട അത്രയും വെന്ത് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ തക്കാളി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ അതേ നന്നായിട്ട് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വഴണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമ്മൾ നോർമൽ നമ്മൾ റൂട്ടീന് യൂസ് ചെയ്യുന്ന മസാല തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ എടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ മസാല ഇട്ട് കൊടുക്കാൻ, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി മുറിച്ച് അതും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വെന്തിട്ടില്ല, ഈ മസാലയ്ക്കകത്ത് കടന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്കൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോ ഇല്ലയോ എന്ന്. ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് പാലക്കിൻ്റെ ഇല ഞാൻ കഴുകി വാഷ് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം പാലക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഉരുളക്കിഴങ്ങ് പകുതി വേവായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള വേവ് ആണെങ്കിൽ നമുക്ക് പാലക്കിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ അതേ പാലക്കൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകി അരിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് മുഴുവനായിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് നമുക്ക് അടച്ച് നമുക്ക് പാലക്കിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. പിന്നെ ആണെങ്കിൽ അതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എനിക്ക് ഇപ്പോൾ വിൻ്റർ സ്പെഷ്യൽ ഇവിടെയൊക്കെ നല്ലതായിട്ട് അടിപൊളി പാലക്കും ഉലുവായില വെളുത്തുള്ളി തൈ ഇങ്ങനെയൊക്കെ എല്ലാം കിട്ടാറുണ്ട് കേട്ടോ. സീസണായ കാരണം നല്ല ഫ്രഷായിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ വേണം നമുക്ക് എത്രയും ഇലകളൊക്കെ നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ അത്രയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇലകൾ കൊണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം എല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പറാഠ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കട്ട്ലേറ്റ് പോലെയോ കബാബ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കോഫ്ത പോലെ അങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇലകളും കൊണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഇതേ പാലക്കിനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊക്കെ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് തന്നെ ഈ വെള്ളമൊക്കെ എക്സ്ട്രാ വെള്ളമില്ലേ പാലക്കിന് അതെല്ലാം ഒന്ന് വറ്റി എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇനി അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം. ഇനിയൊന്നും വേവാനൊന്നുമില്ല. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ പാലക് ആലു സബ്ജി നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ചപ്പാത്തി, പരാഠ, പുൽക്ക അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.